ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി പേടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ പേട ഉണ്ടാക്കാനായിട്ട് ആദ്യം 1 കപ്പ് പാലും 1/2 കപ്പോളം തേങ്ങ ചിരവി എടുത്തതും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആദ്യം ഉരുക്കിയെടുക്കണം. ഇപ്പൊ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോ ചേർക്കാൻ പോണത് 1 കപ്പ് കടലമാവാണ്. ഇത് ചേർത്തതിന് ശേഷം നെയ്യും കടലമാവുമായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് കടലമാവിന്റെ ആ പച്ച സ്മെല്ല് ഒന്ന് പോകുന്നത് വരെ ഇതിനെ ഇതുപോലെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെയും പാലിന്റെയും ആ മിക്സ് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കടലമാവ് ഉണ്ടല്ലോ, അത് കട്ടയൊന്നും പിടിക്കാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ മാവ് നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന ഒരു പരുവമായി വരും. അതുവരേക്കും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ ഒരു പരുവായി വരണം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആവുമ്പോഴത്തേക്കിന് ആയി കിട്ടുട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒന്ന് ചൂട് പോയി ഇളം ചൂടായിട്ട് വരുമ്പോ, അതല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, ആ ചൂടിന്റെ ഒരു പരുവാകുമ്പോ കയ്യിൽ ഇത്തിരി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുത്തിട്ട് പേടയെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ മാവിനെ മുഴുവനായിട്ടും ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ലഡുവിന്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ദീപാവലി സ്പെഷ്യൽ പേടയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.